നമസ്കാരം. ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം എന്നൊരു വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളാണ് ടോക്സിക് എങ്കിൽ എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ നേരിടണം എന്നതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടന്റ് ഇട്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടൊന്നും ടോക്സിക് ആയ ആ ഫാമിലി മെമ്പറിനോട് ഷെയർ ചെയ്യാണ്ടിരിക്കുക. എന്തുകൊണ്ടാ? നമ്മൾ ആദ്യം മനസ്സിലാക്കിയതാണ്, ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ എപ്പോഴും നമ്മളെ തരം താഴ്ത്താനും ജഡ്ജ് ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെയാണ് ടെൻഡൻസി കൂടുതൽ കാട്ടുക. അപ്പൊ പേഴ്സണൽ ആയിട്ട് നമ്മൾ സന്തോഷിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ആയിട്ട് നമുക്ക് ആ സന്തോഷം പോലും പിന്നീട് കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള, നിങ്ങൾക്ക് ഉറപ്പുള്ള ചില പ്ലാനും ഒക്കെ ഉണ്ടാവും. ഇത് ഇവരുമായിട്ട് പങ്കുവെച്ചു കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായം ചോദിക്കാനും അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ ജന്മത്ത് നിങ്ങൾ അത് നേടാൻ പോകുന്നില്ല, നേടിയെടുക്കാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ വിശ്വസിച്ചുകൊണ്ട്, നിങ്ങളുടെ സ്കില്ലിനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് വേണം നിങ്ങൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കഴിവതും ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ആർഗ്യുമെന്റിലേക്കോ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്ന രീതിയിലേക്കോ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന രീതിയിലേക്കോ ഒക്കെ ആയി പോകുന്ന തരത്തിലുള്ള ടോപ്പിക്സ് സംസാരിക്കുകയേ ചെയ്യരുത്. ഇവരൊക്കെ എനർജി വാമ്പയേഴ്സ് ആണ്. നിങ്ങളുടെ എനർജി ഊറ്റിക്കൊണ്ട് അങ്ങ് പോകും. കാര്യങ്ങൾ എപ്പോഴും ഹീറ്റഡ് അപ്പ് ആയിട്ടുള്ള ആർഗ്യുമെന്റിൽ എൻഡ് ചെയ്യും എന്നല്ലാതെ ഒന്നും അതിൽ നിന്ന് നിങ്ങൾക്ക് നേടാനില്ല എന്നത് തന്നെയാണ് വാസ്തവം. അത് മനസ്സിലാക്കുക. പിന്നെ ഇവരോടൊക്കെ എന്തൊക്കെയാ പറയാൻ പറ്റുന്നത്? മൂവീസിനെ കുറിച്ച്, ബുക്സിനെ കുറിച്ച്, വെതറിനെ കുറിച്ച്, അങ്ങനെ വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ടോക്സിക് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനോട് ഷെയർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് വേണം? ബൗണ്ടറീസ് വ്യക്തമായ രീതിയിൽ വേണം. ചില കാര്യങ്ങളിലൊക്കെ നോ പറയാനും നമ്മൾ അത്രയും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നോ പറയാൻ ശ്രമിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ടോക്സിറ്റി അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എസ് പറയും. പിന്നെ അത് നമ്മുടെ ലൈഫിനെ ആയിരിക്കും എഫക്ട് ചെയ്യുക. സോ ലേൺ ടു സേ നോ, ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, ന്യൂട്രൽ ടോപ്പിക്സ് സംസാരിക്കുക. നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്തിട്ട് നിങ്ങളെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും ജീവിതത്തിൽ വരുത്തി വെക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുക കേട്ടോ. ടോക്സിക് ആയിട്ടുള്ള ഒരു ഫാമിലി മെമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നേരിടുക എന്നുള്ളതല്ലാതെ മറ്റു വഴികളൊന്നും നമ്മുടെ മുന്നിലില്ല. നമുക്ക് അവിടെ നിന്ന് മാറാനോ ഒന്നും സാധിച്ചില്ലെങ്കിൽ നമ്മളത് നേരിടുക തന്നെ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമായി തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ തന്നെ വേണം നിങ്ങളുടെ ബൗണ്ടറീസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഇത്തരത്തിലുള്ള മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില വീഡിയോസ് ഒക്കെയാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ ഉതകുന്ന ടോപ്പിക്സ് ഒക്കെ കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.